മാഹി എന്ന് കേൾക്കുമ്പോൾ മദ്യം, പെട്രോൾ, ആ രണ്ട് പിക്ചേഴ്സ് ആയിരിക്കും ആദ്യം കടന്നു വരുന്നുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയുടെ അധീനതയിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇത് കേരളത്തിൻ്റെ കൺട്രോളുള്ള ഒരു പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് ഒക്കെ വളരെ കുറവാണ്. പെട്രോളും മദ്യത്തിനൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിലുപരി മാഹിയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട കുറച്ചധികം സ്ഥലങ്ങൾ കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പുറത്തോട്ട് പോയതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ എന്നാൽ ഇത് തന്നെ ആവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മാഹി പള്ളിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ആദ്യം തന്നെ പോയത് പള്ളിയിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ ജസ്റ്റ് കയറി പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് ഇറങ്ങി. മാഹി പള്ളി തിരുനാൾ മഹോത്സവം ഫെസ്റ്റിവൽ ഉണ്ട്. അത് വളരെ മാഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫെസ്റ്റിവലാണ്. അങ്ങനെ മാഹി പള്ളിയിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് റിവർ വ്യൂ വാക്ക് വേയിലോട്ടാണ്. അതിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്റ്റാച്യു ജംഗ്ഷനോട് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ റിവർ വ്യൂ വാക്ക് വേ. റോഡിന് എതിർവശമായിട്ടാണ് പബ്ലിക് ലൈബ്രറി ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അതിലൂടെ കുറച്ചധികം നടന്നു. അവിടെ ഗാർഡനിങ് ഒക്കെ നല്ലപോലെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അങ്ങനെ ഉച്ചസമയത്തോടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈയഴി പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലിൻ്റെ പല ഭാഗങ്ങളും ജസ്റ്റ് ഒരു വാൾ ആർട്ടായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കൊരു വ്യൂ, അഴിമുഖത്തിൻ്റെ കറക്റ്റായിട്ടൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഹിൽ ലോക്കിലോട്ടേക്ക് പോകുമായിരുന്നു. അവിടെ വാൾ പെയിൻറ്റിങ് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. മാഹി പള്ളി, മാഹി മടപ്പുര ടെമ്പിൾ, അങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രോയിങ്സ് ആ വാൾ പെയിൻറ്റിങ്ങിലുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കി ഹിൽ ലോക്കിലോട്ടേക്ക് കയറി. ഹിൽ ലോക്കിൽ ഒരാൾക്ക് വരുന്ന എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. 1 അവർ നമുക്ക് അതിനുള്ളിൽ ചിലവഴിക്കാൻ വേണ്ടി പറ്റും. ഈ ആൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തരാൻ പറഞ്ഞിരുന്നു. പക്ഷേ നല്ല വെയിൽ കാരണം ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ആൾ കുറച്ച് കലിപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നടന്നങ്ങോട്ട് പോയി. പക്ഷേ അവിടെ എൻട്രി ഫീ കൊടുക്കേണ്ടതുകൊണ്ട് ബാഗ് എൻ്റെ കയ്യിലായതുകൊണ്ടും അവൾ എന്നെ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ ഹിൽ ലോക്ക് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ 2 റൂഫായിട്ടാണുള്ളത്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. ആ അഴിമുഖത്തിൻ്റെയും മാഹി പുഴയും കടലും എല്ലാം നല്ലൊരു വ്യൂ ആണ്. പക്ഷേ ഞങ്ങൾ പോയ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് നല്ല വെയിലുള്ള സമയത്തൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ല. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സമയം ചെലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പൊട്ടിയിട്ടിരിക്കുന്ന ആ ലൈറ്റ് ഹൗസിൻ്റെ പുറത്തുനിന്ന് ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു വീഡിയോ കൂടെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഗാർഡനിലോട്ടേക്ക് കയറി. മാഹിയിലെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഭയങ്കര നേച്ചറായിട്ട് ഭയങ്കര അടുത്ത് കിടക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയാം. നമുക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ഉള്ളൊരു ആംബിയൻസ് തന്നെയാണ് അവിടെ. നമുക്കവിടെ കുറേ നേരം ഒരു 1 അവറോളം നമുക്ക് ആ ഒരു 10 rupees ടിക്കറ്റിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാനും സമയം ചെലവഴിക്കാനൊക്കെ വേണ്ടി പറ്റും. ടാഗോർ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് ഗവൺമെൻറ് ഹൗസ്. ഗവൺമെൻറ് ഹൗസിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം ഉള്ളത്. ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ സ്പോട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത്. മലവാടി ആർട്സ് ക്ലബ്ബിൽ ഒരു സോങ്ങിൻ്റെ ഷൂട്ടിനിടയ്ക്ക് ആ ഒരു ലൊക്കേഷനൊക്കെ കാണിച്ചായിരുന്നു. അവിടെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ എമ്മുകുന്ദൻ പാർക്കിലോട്ടാണ് പോയത്. ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 50 rupees ആണ്. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഉള്ളോട്ട് കയറി. അത്യാവശ്യം നല്ല പാർക്കാണ്. നല്ലപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റിഫ്രഷ് ഏരിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ്. അപ്പോൾ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാനും പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. മാഹിപ്പുഴയോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു പാർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ്. അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക്, അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വന്ന് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. എൻട്രി ഫീ വരുന്നത് 50 rupees ആണ്. അതൊരു ഒരു വട്ടമൊക്കെ നമുക്ക് വന്ന് കണ്ട് പോവാം. ദാറ്റ്സ് ഓൾ. ഇതാണ് മോന്താൽ ബോട്ട് ജെട്ടി. മാഹിയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടുള്ള പ്രദേശമാണ് ഈ മോന്താൽ. ഇവിടെ മാഹി ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിട്ട് കുറച്ച് കാലമായി. ആ കാണുന്നതാണ് മോന്താൽ പാലം. ഈ പാലത്തിന് അപ്പുറത്ത് കണ്ണൂരും ഇപ്പുറത്ത് കോഴിക്കോടും. ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് പ്രൈസ് ഒരാൾക്ക് 100 rupees ആണ്. ഈ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിനടുത്ത് തന്നെയായിട്ടാണ് ഈ ട്രെയിൻ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം പലതരത്തിലുള്ള ദോശ ഐറ്റംസ്, ഐസ്ക്രീംസ്, ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അവർ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേയിങ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവിടെ കയാക്കിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലെ സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ പാത്തിക്കൽ മോന്താൽ ആ ഒരു പുഴയോര എന്ന് പറയുന്നത്.